ലൂക്കാ 22:31 വായിച്ചേ. ശിമയോൻ ശിമയോൻ പറഞ്ഞേ, ശിമയോൻ 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 ഇതാ സാത്താൻ വരുന്നുണ്ടല്ലേ. ഉടമ്പടിയിടക്ക് സാത്താൻ വരൂ. ശിമയോൻ ശിമയോൻ ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. അപ്പൊ തിന്മയുടെ ഒരു ഉദ്യമം എപ്പോഴും ഉണ്ടാകും. ഓർത്തേക്കണത്. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. അപ്പൊ തിരിച്ചു വരിക, വിശ്വാസത്തിൽ ഉറച്ചു നീക്കുക, ഇതെല്ലാം സെയിം ഇഫക്റ്റാണ്. പക്ഷെ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? മറ്റുള്ളവരെയാണ് ഉദ്ദേശിക്കുന്നത്. നിന്നെ ഉറപ്പിച്ച് നിർത്തുക. നിന്നെ ഇങ്ങനെ ആട്ടിയാണിത് ഉറപ്പിക്കണത്. നിന്നെ പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ട് ആട്ടി നിന്നെ ഉറപ്പിക്കും. എന്തിനാണ് ഉറപ്പിക്കണത്? നിങ്ങൾക്ക് പ്രലോഭനങ്ങൾ ശക്തിപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ പീഡിതരാണെങ്കിൽ അപ്പം തന്നെ ബൈബിൾ ഇക്കോണമി അനുസരിച്ച് നിങ്ങൾ മറ്റുള്ളവരെ ഫോക്കസ് ചെയ്യണം. എന്താണ്? നിങ്ങളെ ഫോക്കസ് ചെയ്യരുത്. എന്താ ചെയ്യേണ്ടത്? മറ്റുള്ളവർ, നിങ്ങൾക്കറിയാവുന്നവർ, ഭർത്താവ്, ഭാര്യ, മക്കൾ, അവർ വിശ്വാസം തകർന്ന ആൾക്കാരെല്ലാം അവരുടെ വിശ്വാസം ഉറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ചെയ്യണത് എന്താണെന്ന് അറിയാമോ? അവർക്ക് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും, അവർക്ക് PR കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. അവിടെയാണ് ഉടമ്പടി അബോർഷൻ സംഭവിക്കുന്നത്. ദൈവത്തിന് പ്രയോജനമില്ലല്ലോ. ദൈവത്തിന് പ്രയോജനമുള്ള ഫോർമാറ്റിൽ കൊണ്ടുവരണം. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പ്രാർത്ഥിക്കും മറ്റുള്ളവർക്ക് വേണ്ടി. എന്ത് പ്രാർത്ഥിക്കും? എന്താ പ്രാർത്ഥിക്കണത്? ഇപ്പം കഴിഞ്ഞ